Hi friends, welcome back to my channel. ഇന്ന് ഒരു എഗ്ലെസ് ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിലേക്ക് മൈദയോ അതുപോലെ ആൽക്കഹോളോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്കിതിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഈ ഒരു ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏപ്രിക്കോട്ട്, അതുപോലെ മിക്സ്ഡ് കളർ ടൂട്ടി ഫ്രൂട്ടി, റെഡ് ചെറി, അതുപോലെ സുൽത്താനാസ്, ക്രാൻബെറീസ്, ഡേറ്റ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ നട്ട്സായിട്ട് കാഷ്നട്ട്, ബദാം, വാൾനട്ട്, പിസ്താഷ്യൂ. ഇതെല്ലാം വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 1 കപ്പ് ഉണക്കമുന്തിരി മാത്രം വെച്ചിട്ടും ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതിലേക്കൊരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇനി നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 2 ദിവസമെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴായിരിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. മാക്സിമം നമുക്കൊരു 7 ദിവസമൊക്കെ വെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ട കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ചേർക്കാം. 1/4 കപ്പ് നിറച്ചും എടുത്തിട്ടില്ല, അതിൽ നിന്നും കുറച്ച് താഴെ ഒരു അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട, ആ പാനിൻ്റെ ചൂടിൽ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇതാ മെൽറ്റായി നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ചസാര അലിയുന്നതിന് പകരം ഇത് ക്രിസ്റ്റൽ ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിതുപോലെ അലിയുന്നത് വരെ നമ്മളിതിലേക്ക് സ്പൂൺ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിക്കാം. ഇതുപോലെ ഒന്ന് പതഞ്ഞ് തിളയ്ക്കുന്ന സമയത്ത് നമ്മളുടനെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇങ്ങനെ പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിയും തോറും ഈ കാരമൽ സിറപ്പിൻ്റെ കളറ് ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് മിക്സായിട്ട് കിട്ടും. തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ക്രിസ്റ്റലായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി അലിയിപ്പിച്ചെടുത്താൽ മതിയാവും. അതുപോലെ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. പെട്ടെന്ന് തന്നെ ഇത് പുറത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരാഴ്ച ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചേർത്തിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് എല്ലാം കംപ്ലീറ്റ്ലി ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് അളന്നെടുത്ത് വെച്ച അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ കൊടുക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്ന സ്പൈസസ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം. മിക്സ്ഡ് സ്പൈസസ് പൗഡർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത ആ ഒരു പഞ്ചസാരയിൽ നിന്നും ചെറിയൊരു അളവെടുത്ത് മിക്സിയിൽ കറുവാപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ ഏലക്ക, ജാതിക്ക, ചുക്ക് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിരുന്നാലും മതി. ഇനി ചേർത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. അതുപോലെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇതൊരു എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു കേക്കിലേക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്.
അതുപോലെ 2 ടേബിൾ സ്പൂൺ ജാം കൂടി ചേർക്കുന്നുണ്ട്. ജാം ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിന് നല്ലൊരു ഡാർക്ക് കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ജാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണിയും ചേർക്കാവുന്നതാണ്. ഏത് ടൈപ്പ് ജാം ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ള ഭാഗം വരാൻ പാടില്ല. ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ ഒരു ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. അത് ഇതുപോലെ ഒരു സെസ്റ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അതുപോലെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ നാരങ്ങയുടെ തൊലിയൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ ഒരു ബാറ്ററിൽ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3-4 ബാച്ചായിട്ട് ചേർക്കാം. ആദ്യം ഒരു ബാച്ച് ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ആവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ചേർക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കാരമൽ സിറപ്പ് ഈ ഒരു ബാറ്ററിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ കാരമൽ സിറപ്പും ഇടവിട്ട് ചേർത്ത് നന്നായിട്ടൊരു ബാറ്ററാക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. ഇപ്പോൾ ബാറ്ററെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത് ആ ഒരു ജ്യൂസോട് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ ഒരാഴ്ച സോക്ക് ചെയ്തത് കൊണ്ട് ഓറഞ്ച് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് അബ്സോർബായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററും ഡ്രൈ ഫ്രൂട്ട്സും ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബാറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചേർത്തിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈവനായിട്ട് ബാറ്ററിൽ മിക്സായി കിട്ടണം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ നമുക്ക് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ആഴമുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് ഗ്യാസിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ചൂടാക്കാനായിട്ട് വെക്കണം. അതിനു മുന്നേ ഒരു സ്റ്റീൽ റിങ് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെക്കാം. അതുപോലെ നമ്മൾ സ്പ്രിംഗ് ഫോം പാൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ട്രേയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റോ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം എടുത്ത് ബേക്ക് ചെയ്യുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് വെക്കുമ്പോൾ ഈ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവാതെ ഇരിക്കും. ഇനി നമുക്ക് 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ചെടുത്തതിലേക്ക് കേക്ക് ബാറ്റർ പകർത്താം. അതിനുശേഷം ഒരു സ്പാച്ചില വെച്ച് കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടിന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും വലിയ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നതിനായിട്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് കാഷ്യൂസ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഈ കേക്കിന് ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്റ്റീമായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂറിനുള്ളിൽ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുക കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഏകദേശം എനിക്കൊരു 1.5 മണിക്കൂർ ആയപ്പോഴാണ് ഈ ഒരു കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായിട്ട് കിട്ടിയത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ ഈ ഒരു കേക്കിൽ നിന്ന് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമ്മൾ ആ ചേർത്തിരിക്കുന്ന സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് ഈ ഒരു പ്ലം കേക്കിൽ കിട്ടുന്നത്. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ആ ഒരു ടൂത്ത് പിക്കിലൊന്നും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായി വന്നിട്ടുണ്ട്.
കേക്ക് ചൂടോടുകൂടി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ബട്ടറോ അല്ലെങ്കിൽ ജാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ്ലി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബട്ടർ പേപ്പർ നമുക്ക് വേണമെങ്കിൽ 1-2 ലെയർ ഈ ഒരു കേക്ക് ടിന്നിൽ ഒട്ടിച്ചിട്ടും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു ബേസ് ആണെങ്കിലും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. നല്ലൊരു ക്യാരമലിൻ്റെ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് വേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വെയിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 913 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. ഒരു 1.25 കപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് 1 കിലോ ഉള്ളൊരു കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ എഗ്ലെസ് ക്രിസ്മസ് ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈവൻ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ക്യാരമലിൻ്റെ കളറും ഫ്ലേവറും ഒക്കെ ഈ ഒരു കേക്കിനുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. എന്നാൽ ഒട്ടും ഡ്രൈ ആയിട്ടുള്ളൊരു കേക്കല്ല, നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ഒരു ക്രംബ്ലി ടെക്സ്ചർ തന്നെയാണ് ഈ ഒരു കേക്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഈ ഒരു കേക്ക് മുട്ടയൊന്നും ചേർക്കാതെ ഓവൻ ഇല്ലാതെയൊക്കെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്രൂട്ട് കേക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.